ലക്ഷ്മി, വിത്ത് യുവർ പെർമിഷൻ ബംഗാളിലേക്ക് നീങ്ങാമല്ലോ അല്ലേ? ധൈര്യമായിട്ട് പൊയ്ക്കാം. ശരി, അപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ 294 സീറ്റുകളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. മാജിക് ഫിഗർ 148 ആണ്. പ്രേക്ഷകർ അപ്പോൾ ഈ നമ്പർ കുറിച്ച് വെച്ചോളൂ. 148 എന്ന മാജിക് ഫിഗറിലേക്ക് ആരാണ് എത്തുക? ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആദ്യത്തേത് ജൻമത് പോൾസ് ആണ്. ജൻമത് പോൾസ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന് 195 മുതൽ 205 വരെ സീറ്റുകൾ, അധികാര തുടർച്ചയാണ് പറയുന്നത് മമതയ്ക്ക്. BJPക്ക് 80 മുതൽ 90 വരെ, കോൺഗ്രസിന് 3 മുതൽ 6 വരെ, മറ്റുള്ളവർ 1 മുതൽ 4 വരെ. പീപ്പിൾ പൾസ് പറയുന്നത് തൃണമൂലിന് 177 മുതൽ 187 വരെ, BJPക്ക് 95 മുതൽ 110 വരെ, മറ്റുള്ളവർ 1 മുതൽ 4. മാട്രിക്സ് BJP 146 മുതൽ 161 വരെ, അതായത് അധികാരത്തിലേക്ക് BJP എത്തുമെന്ന് പറയുന്ന ആദ്യത്തെ എക്സിറ്റ് പോൾ മാട്രിക്സ് ആണ്. തൃണമൂലിന് 125 മുതൽ 140 വരെ, മാജിക് നമ്പർ 148 ആണെന്ന് ഓർക്കുക, മറ്റുള്ളവർ 6 മുതൽ 10 വരെ. പ്രജാ പോൾ BJP 178 മുതൽ 208 വരെ, രണ്ടാമത്തെ സർവേ BJPക്ക് അനുകൂലമായി വരുന്നു. തൃണമൂൽ 85 മുതൽ 110 വരെ, മറ്റുള്ളവർ 0 മുതൽ 5 വരെ. പോൾ ഡയറി BJP 142 മുതൽ 171 വരെ, തൃണമൂൽ 99 മുതൽ 127 വരെ. ചാണക്യ തൃണമൂൽ 130 മുതൽ 140 വരെ, BJP 150 മുതൽ 160 വരെ, മറ്റുള്ളവർക്കൊന്നുമില്ല. ലെഫ്റ്റ് 6 മുതൽ 10 വരെ. ബീക്കൺ എക്സ്ക്ലൂസീവ് തൃണമൂൽ 149 മുതൽ 154 വരെ, NDA 136 മുതൽ 141 വരെ, ഇടത് സഖ്യം 5 മുതൽ 10 വരെ. റിപ്പബ്ലിക് TV പി മാർക്കിന്റെ പ്രവചനം തൃണമൂൽ 118 മുതൽ 138 വരെ, BJP 150 മുതൽ 175 വരെ, കോൺഗ്രസ് 2 മുതൽ 6 വരെ. ബംഗാളിലെ പ്രൊജക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ്. ഞാൻ വേണുബാലകൃഷ്ണനിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. നേരത്തെ തമിഴ്നാടിന്റെ കാര്യത്തിൽ അവസാനമാണ് അദ്ദേഹം ടേക്ക് എടുത്തത്. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം 34 വർഷം തുടർച്ചയായി ഭരിച്ച, അവിടെ നാമാവശേഷമായി പോയ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അങ്ങ് ഉൾക്കൊള്ളുന്നുണ്ടോ? ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലപ്രവചനവും BJP അധികാരത്തിൽ വരുമെന്നാണല്ലോ അല്ലേ? അതെ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. അവിടെ കൃത്യമായി 4ാമതും മമതാ ബാനർജി തന്നെ ഭരണ തുടർച്ചയിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ അതിശക്തമായി ഏകീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന SIR അതിനകത്ത് പ്രത്യേകമായി വരുന്നു. പിന്നെ ഈ പറയുന്ന ബംഗാൾ എന്ന് പറയുന്ന അഭിമാനം, കിഴക്കേക്ക് വന്ന BJP അതിനെ പിടിച്ചടക്കാൻ നോക്കുന്നു എന്ന് പറയുന്ന വികാരം അതിശക്തമായി ജ്വലിപ്പിക്കുവാനായി മമതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ ഇടതു പാർട്ടികൾക്ക് വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കാനൊക്കെ കഴിയുന്നു, നിലമെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ കാലമായി 0 നിന്ന് 4 പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് പറയുന്നത്, രാജ്യത്തെ ആദ്യത്തെ ഷീലാ ദീക്ഷിതിനെ മറികടന്നുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ 4ാം തവണയും മുഖ്യമന്ത്രിയാകുന്ന പ്രതിഭാസമായി മമത മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, S വിജയകുമാർ അങ്ങനെ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നതേ ഇല്ല സുജി. ഇത്തവണ ബംഗാൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പല പല രാഷ്ട്രീയ സാമൂഹ്യ കാരണങ്ങളുണ്ട്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനെ മറികടക്കാൻ സ്ഥിരമായി മമതാ ബാനർജി ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ ഫലം കണ്ടിട്ടില്ല. അതിന് മറ്റു പല തരത്തിൽ തടയിടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാദ്യമായി BJPക്ക് അവിടെ സുശക്തനായൊരു നേതാവ് ഉണ്ടാകുന്നു, സുവേന്ദു അധികാരി. ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. നമ്മളുടെ മുന്നിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ടോട്ടൽ എടുത്തു നോക്കിയാൽ BJPക്ക് ഒരു 155 സീറ്റോടെ ഭരണത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു ശരാശരി ഞാൻ അവിടെ കാണുന്നു. എൻ്റെ കയ്യിലുള്ള എല്ലാ കണക്കൂടെ നോക്കിയിട്ടാണ്, നമ്മളുടേത് മാത്രമല്ല ഞാൻ പറയുന്നു. അവിടെ ഒരു 155 സീറ്റോടെ BJPക്ക് അവിടെ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ ബംഗാളിൽ BJP മുഖ്യമന്ത്രിയാകും ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 4 ടേം അല്ലേ, 3 ടേം കംപ്ലീറ്റ് ആയി. ഒരു 4ാം ടേമിലേക്ക് മമതാ ബാനർജിക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല. SIR അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഇവിടെ പക്ഷേ S വിജയകുമാർ, ഈ അസാധാരണമായ ഒരു വോട്ടിംഗ് പെർസെന്റേജ് ആണ് നമ്മൾ കാണുന്നത് ബംഗാളിൽ. അതെ, ഇന്നിപ്പോൾ അവസാനിക്കുമ്പോഴും 92, ഓൾമോസ്റ്റ് 92 ആണ്. ഫസ്റ്റ് ഫേസിൽ 93. അതെ, അതിൽ 2 സാധ്യതയുണ്ട്. നമ്മൾ ഓപ്പണായി പറയാമല്ലോ. 2 സാധ്യതയാണ്, 2 സാഹചര്യമാണുള്ളത്. ഒന്ന്, അവിടെ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് 3M ആണ്. മൈനോറിറ്റി മീൻസ് മുസ്ലിം, മഹിള, പിന്നെ മമതാ ബാനർജി. ഒന്ന്, മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാർ, മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന വനിതാ വോട്ടർമാർ, പിന്നെ മുസ്ലിം വോട്ടർമാർ. ഇതാണ് അവരുടെ വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കിൽ ഇത്തവണ വലിയ സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്ന്, ഈ വനിതാ വോട്ടർമാരിൽ വലിയ ഒരു ഭാഗം മമതാ ബാനർജിയെ ഉപേക്ഷിക്കുന്നു എന്നതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ്. അത് BJPയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് തന്നെയായിരുന്നു. മൈനോറിറ്റി വോട്ടർമാർ അവിടെ മമതാ ബാനർജിയിൽ ഉറച്ചു നിന്നു.
പക്ഷേ അതിന് ആനുപാതികമായി ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ബി ജെ പിക്ക് അനുകൂലമായി അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും ബംഗാളിനെ പറ്റി ഭദ്രലോക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവിടെ CPM-നെയൊക്കെ തുടർച്ചയായ അധികാരത്തിൽ നിലനിർത്തിക്കൊണ്ടുവന്ന വിഭാഗമാണ് ഭദ്രലോക്, അല്ലേ? ഒരു ഹിന്ദു അപ്പർ ക്ലാസ് ആണ്. അവർ വലിയ ബുദ്ധിജീവികളാണ്, എഴുത്തുകാരാണ്, ചലച്ചിത്ര പ്രവർത്തകരാണ്. ഈ പറയുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയെ പിന്തുണച്ച ആളുകളാണ്, ജ്യോതി ബസുവിനെ പിന്തുണച്ച ആളുകളാണ്, അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റേയെ പിന്തുണച്ച ആളുകളാണ്. അങ്ങനെ അതിൻ്റെ ഒരു പിന്മുറക്കാരാണ്. ആ ഭദ്രലോകാണ് അവിടുത്തെ രാഷ്ട്രീയ മാറ്റത്തിന് എപ്പോഴും ഇങ്ങനെ നെടുനായകത്വം വഹിക്കുന്നത്. ആ ഭദ്രലോകിൻ്റെ പിന്തുണ അടക്കം ഇത്തവണ BJP-ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. BJP-ക്ക് ഈ പറയുന്ന 24 പർഗാനാസ്, നോർത്ത് 24 പർഗാനാസ് BJP-ക്ക് ഇത്തവണ വിജയം കൊണ്ടുവരുന്ന ഒരു മേഖലയായി മാറുന്നുണ്ട്. RG ഖർ ആശുപത്രിയിലെ ബലാത്സംഗ കേസിൽ അവിടെ അതിനിരയായി മരിച്ച പെൺകുട്ടിയുടെ അമ്മ BJP-യുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. രത്ന എന്നാണ് അവരുടെ പേര്. രത്ന ഒരു ബാക്കി കൂടിയുണ്ട്, ഞാൻ പെട്ടെന്ന് ദിനകർന്നോ എൻ്റെ ഓർമ്മയില്ല, തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. രത്ന എന്നാണ് അവരുടെ പേര്. രത്നയൊക്കെ ആ മേഖലയിൽ ഉണ്ടാക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റം ഒരുപക്ഷെ നമ്മളിവിടെ നിന്ന് ഈ പറയുന്ന വായന കൊണ്ട് മാത്രം നമുക്കത് മനസ്സിലാകണമെന്നില്ല. ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ BJP-ക്ക് ഒരു എഡ്ജുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്ന. ഒരു 150+ BJP നേടി അധികാരത്തിലേക്ക് വരും. സുവേന്ദു അധികാരി, അവരുടെ പേര് രത്ന ദേബ്നാഥ് എന്നാണ്. രത്ന ഏക്നാഥ് അല്ലേ? ദേബ്നാഥ്. അതെ. ഓക്കെ, ജോഷി കുര്യൻ. ഇത്തവണ ഒരു ക്ലോസ് ബാറ്റിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP ബംഗാളിലേക്ക് ഇരച്ചു കയറാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. BJP കേന്ദ്ര ഭരണത്തിൻ്റെ സകല കരുത്തും ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ അവിടേക്ക് നുഴഞ്ഞു കയറാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനെ പ്രതിരോധിക്കാൻ മമതാ ബാനർജി വലിയ പ്രതിരോധം തീർത്തിട്ടുണ്ട്. അത് ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചയായതുമാണ്. അവിടെ ഗവർണർമാരുമായി അടക്കം നടത്തിയ വലിയ ഏറ്റുമുട്ടലുകൾ നമുക്ക് മുമ്പിൽ അതൊക്കെ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമായും BJP അവിടേക്ക് ഏതൊക്കെ തലത്തിൽ, NDA ഏതൊക്കെ തലത്തിൽ അവിടേക്ക് കടന്നു കയറാൻ, തമിഴ്നാട്ടിലേക്ക് എങ്ങനെയാണോ കടന്നു കയറാൻ കഴിയത്, സമാനമായ രീതിയിൽ തന്നെ ബംഗാളിലേക്കും കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ മമത ശ്രമിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എങ്ങനെയാണോ ഒരു പ്രാദേശിക വികാരം, ഒരു തമിഴ് ദ്രാവിഡ വികാരം ഉയർന്നു വന്ന അതേപോലെ ഒരു ബംഗ്ലാ വികാരം അവിടെ ഉയർത്താനായിട്ട് മമതാ ബാനർജി കഴിഞ്ഞിട്ടുണ്ട്. ആ ബംഗ്ലാ വികാരവും NDA-യും തമ്മിലുള്ള പോരാട്ടമാണ് സ്വാഭാവികമായും ഇത്തവണ നടക്കുക എന്നുള്ള കരുതുന്നത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണത്തേക്ക് പോലെ ഒരു ക്ലീൻ സ്വീപ്പിലേക്കോ അല്ലെങ്കിൽ വലിയ മെജോറിറ്റിയിലേക്ക് പോകാൻ മമതാ ബാനർജിക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അപ്പോഴും അവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ കടന്നു കയറാൻ BJP-ക്ക് കഴിയും. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ കരുതുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് BJP അവിടെ കടന്നു വന്നതോടുകൂടി സ്വാഭാവികമായും അത് തങ്ങൾക്കെതിരായി മാറുന്നു എന്നൊരു കണക്കൂട്ടൽ BJP മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് തൃണമൂലിന് അനുകൂലമായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ലക്ഷ്മി പത്മ, 100-ലധികം സീറ്റുകളിൽ ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ, അതായത് മുസ്ലിം വോട്ടിന്റെ കൺസോളിഡേഷൻ തുണയ്ക്കുമെന്നുള്ളതാണ് മമതയുടെ എക്കാലത്തെയും ആത്മവിശ്വാസം. ഇവിടെ വേണുഗോപാലകൃഷ്ണൻ ഇത്തവണയും ദീദി തുടരും, അത് ഒരു ചരിത്രമായിരിക്കുമെന്ന് അവകാശപ്പെടുന്നതിന്റെ അടിസ്ഥാനവും അതായിരിക്കും. എന്താണ് ലക്ഷ്മിക്ക് തോന്നുന്നത് ഇത്രയും അധികം എക്സിറ്റ് പോളുകൾ BJP-യുടെ പശ്ചിമ ബംഗാളിലെ ഒരു ഭരണം പിടിക്കൽ പ്രവചിക്കുമ്പോൾ? BJP-യുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാളിൽ അതിൽ 148 കേവല ഭൂരിപക്ഷത്തിന് പശ്ചിമ ബംഗാളിൽ വേണ്ടത് പാർട്ടിക്ക്. ഇപ്പോൾ BJP-ക്ക് 77 സീറ്റുകളാണ്. ആ 77 സീറ്റുകളിൽ നിന്നും 148 സീറ്റുകളിലേക്ക് ഒരു കയറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല. പക്ഷേ നല്ല ഫൈറ്റ് കൊടുക്കുവാൻ മമതാ ബാനർജിക്ക്, തൃണമൂലിന് നല്ല ഫൈറ്റ് കൊടുക്കുവാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കം അവിടെ കേന്ദ്രീകരിച്ച് നിന്ന്, പശ്ചിമ ബംഗാൾ അവർ പ്രധാനമായും കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള BJP-യുടെ പ്രവർത്തനമാണ് കണ്ടത്. അതിനനുസരിച്ചുള്ള വോട്ട് ഉയർച്ച BJP-യിൽ ഉണ്ടാകും. കുറച്ചുകൂടി 77-ൽ നിന്നൊക്കെ സീറ്റ് വർദ്ധിപ്പിക്കാമെന്നല്ലാതെ ഭരണം പിടിക്കും എന്ന് തോന്നുന്നില്ല. ഈ SIR-ന് ശേഷം അവിടെ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകളിൽ കൂടുതലും മുസ്ലിം വോട്ടർമാരുടേതാണ്. അതുകൊണ്ട് തന്നെ SIR അവിടുത്തെ വലിയ തെരഞ്ഞെടുപ്പ് വിഷയവുമാണ്. അവിടെ BJP നടത്തിയ ക്യാമ്പയിനാകട്ടെ ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്ക് മുസ്ലിം കുടിയേറ്റക്കാർ അവിടെ നുഴഞ്ഞു കയറുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. അതിനെതിരായ ചെറുത്തുനിൽപ്പ് മുസ്ലിം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിക്കോ അവർ വോട്ട് കൊടുക്കില്ല, TMCക്ക് മാത്രമായിരിക്കും വോട്ട് കൊടുക്കുക. അതുവഴി 4.0 അവിടെ ദീദി 4.0 സാധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. സുജയ, ജോഷി എന്ത് തോന്നുന്നു? ജോഷി പറഞ്ഞു കഴിഞ്ഞു. ജോഷി ഒരു തവണ പറഞ്ഞതാണല്ലേ? അപർണ കുറുപ്പ്?
എല്ലാ എക്സിറ്റ് പോളുകളും നമുക്ക് എല്ലാ സ്ഥലത്തും പലപ്പോഴും നടക്കുന്നു എന്ന് പറയാം. പക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകളിലൊക്കെ അടപടലം പൊട്ടുന്നത് ഇത് ആദ്യത്തെ കാര്യമല്ല. 2016 BJP അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോളുണ്ട്. 2021 നിയമസഭയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. 2024 ലോക്സഭയിൽ എത്തുമെന്ന് പറഞ്ഞു. ഈ മൂന്നും പാളി. അപ്പോൾ BJPക്ക് അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾക്ക് ബംഗാളിലെത്തുമ്പോൾ എന്തോ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഇതുപോലെ തന്നെ ലക്ഷ്മി ഭണ്ഡാർ പോലുള്ള പദ്ധതികളിലൂടെ വലിയ തരത്തിൽ, അതായത് സ്ത്രീകൾ, ബംഗാളിലെ സ്ത്രീകൾ മമതയുടെ ദീദിയുടെ ഒരു വലിയ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഈ വന്ന 92% അല്ലെങ്കിൽ 93% പോളിംഗ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മമത കൊണ്ടുവന്ന ഈ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ഒരു വലിയ സ്ത്രീകളുടെ ഒരു കോട്ടയുണ്ട്. ഇവരുടെ ഒരു ടീമാണ് ഈ വലിയ പോളിംഗിന് പിറകിൽ. ഒരു ഹാർഡ് ആൻറ്റി ഇൻകംബൻസിയോ ഒരു സോഫ്റ്റ് ആൻറ്റി ഇൻകംബൻസിയോ പോലും ഉണ്ടാവില്ല. രണ്ടാമത്തത് നമ്മൾ നേരത്തെയും പറഞ്ഞു, സൗത്ത് ബംഗാളിൽ ഒരു കോട്ടയുണ്ട്. അത് ഈ കൊൽക്കത്ത, അതിന് ചുറ്റുമുള്ള ആ ഒരു ജില്ലകളൊക്കെ TMCയുടെ സംഘടന ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതിനകത്ത് ഈ BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കാണിക്കുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, അത് ഈ ബംഗാളിലുള്ള പല ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്ന TMCയുടെ ഒരു മൈക്രോ ലെവൽ സംഘടനയുണ്ട്. അത് BJPക്ക് എപ്പോൾ വന്ന് BJP അത് ഇവിടെ ബംഗാളിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ BJP ആ ഒരു സ്ട്രാറ്റജി എപ്പോഴൊക്കെ പയറ്റിയിട്ടുണ്ടോ അതൊക്കെ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു തടസ്സപ്പെടുന്ന ഒരു രീതിയുണ്ട്. 2021 215 സീറ്റ് കിട്ടി അങ്ങനെ ഒരു വേവ് ഉണ്ടാക്കിയതൊക്കെ ഈ ഒരു സംഘടനാ രൂപമാണ്. പിന്നെ BJP ജയിക്കും, BJP മറികടക്കുമെന്ന് വിചാരിക്കുന്ന ഒരു ഔട്ട്സൈഡർ ഇമേജ് ഉണ്ട്. ബംഗാളി ഐഡന്റിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ് ദീദി വേഴ്സസ് മോദി അല്ലെങ്കിൽ BJP. അത് BJP എത്ര പറഞ്ഞാലും ഒരു ദേശീയ രാഷ്ട്രീയം ഉയർത്തുന്നതിനുപരിയായിട്ട് അവിടെ ഒരു ബംഗാളി സംസ്കാരമുണ്ട്, അവരുടെ ഒരു പ്രാദേശിക വികാരമുണ്ട്. അതാണ് മമത ഏറ്റവും അവസാന ദിവസം മോദി വന്ന് പ്രസംഗം നടത്തിയതിനു ശേഷവും മമത പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഡൽഹിയിലെ നേതാക്കന്മാർ വന്ന് ഭരണം പിടിക്കുകയാണ് എന്നുള്ളൊരു വികാരം എല്ലാ പ്രചാരണ വേദിയിലും മമത പറയുന്നു. മറ്റ് നേതാക്കൻ പറയുന്നു. ഒരു തദ്ദേശീയ മുഖം, ഒരു ലോക്കൽ ഫേസ് ഉയർത്തി കാണിക്കാൻ ഇതുവരെ BJPക്ക് പറ്റിയിട്ടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ. 30% വരുന്ന ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുണ്ട്. ആ ന്യൂനപക്ഷ വോട്ട് BJPയെ തടയണമെന്നൊരൊറ്റ ആംഗിളിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ വോട്ടുകളെല്ലാം ദീദിക്ക് നിൽക്കും. ഇടതുപക്ഷവും കോൺഗ്രസ്, അതായത് അപർണ ചുരുക്കി പറഞ്ഞാൽ മമത തുടരുമെന്നാണോ? അതെ, മമത തുടരുമെന്നാണ്. എനിക്കതിലൊരു സംശയമില്ല. മാർജിൻ പോലും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷവും കോൺഗ്രസും പോലും ചിത്രത്തിലില്ല. അതുകൊണ്ട് ഈ വോട്ടുകളൊന്നും ഭിന്നിക്കില്ല. ഈ വോട്ടുകൾ TMCക്കൊപ്പം പോകുകയും ചെയ്യും. ശരി, ഇതിനകത്ത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ മാജിക് ഫിഗറിലേക്ക് എത്താനുള്ള സാധ്യത 148 എന്ന് പറയുന്നത് BJPക്ക് അപ്രാപ്യമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നേരത്തെയും വന്ന എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ടല്ലോ എന്ന ആ ഒരു വാദത്തെ ഞാൻ സാധൂകരിക്കുന്ന ഒന്നും ഈ പറയുന്ന എക്സിറ്റ് പോളുകളിൽ കാണുന്നില്ല. കാരണം കൃത്യമായി കഴിഞ്ഞ തവണ പാളിപ്പോയ എക്സിറ്റ് പോളുകൾ അത് ഇത്തവണയും അതേപോലെ പാളണം എന്ന സാഹചര്യവുമില്ല. പ്രത്യേകിച്ചും 3 ടേം എന്നൊക്കെ പറയുന്നത് ടൂ മച്ച് ആണ്. നമ്മൾ ഇപ്പോൾ 3 ടേം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫറ്റീഗ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ SIR അഫക്ട് ചെയ്തിട്ടില്ല, എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആണ്. മമതാ ബാനർജി അവിടെ ടൂ മച്ച് ആണെന്ന് പറയോ സുജയ? 3 ടേം കംപ്ലീറ്റ് ചെയ്യട്ടെ, അപ്പോൾ പറയാം. പറയുമോ? അല്ല, 3 ടേം കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് വയലൻസ് ഉണ്ടോ എന്നത് കൂടി നോക്കണം അപർണ കുറുപ്പ്. വയലൻസ് ഉണ്ടോ? NDA നരേന്ദ്രമോദി എല്ലാവരെയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടോ? മമതാ ബാനർജി ബൂത്ത് പിടിക്കുകയാണ്, ബൂത്ത് ഏജന്റിനെ മർദ്ദിക്കുകയാണ്. അവിടെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ അവിടെ ഇടതുപക്ഷത്തിന് സ്വന്തമായിട്ട് അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇടതുപക്ഷത്തെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ദീദിയുടെ പ്രവർത്തനം. അതിനെ അപർണ ന്യായീകരിക്കുന്നുണ്ടോ? അവിടെ ഇടതുപക്ഷത്തിനും പ്രവർത്തന സ്വാതന്ത്ര്യം വേണോ അപർണ? ആ തരത്തിലുള്ള വാദങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഈ മൂന്നാം ഭരണത്തിലും പറയാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കതൊക്കെ ഒരുപാടുണ്ട് സുജയ. നിങ്ങൾ ആ പറയുന്നത് വയലൻസ് എവിടെയാണ്? വയലൻസ് പലതരത്തിലാണല്ലോ സുജയ. അങ്ങനെയല്ല ലക്ഷ്മി, ഞാൻ സ്ട്രേറ്റ് വയലൻസ്, പോൾ വയലൻസ്, നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പോൾ വയലൻസ് ഉണ്ടെങ്കിൽ പറയൂ. ദക്ഷിണേന്ത്യയിൽ എവിടെയാണ് പോൾ വയലൻസ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും അപർണ ലക്ഷ്മി പത്മ. നമ്മൾ അതേക്കുറിച്ചല്ല, പോൾ വയലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം മറക്കാറായിട്ടില്ല. ആ അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായതൊന്നും നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായതൊന്നും ഇന്ന് ഇതുവരെ ഈ പറയുന്ന ഇത്രയും വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടില്ല. അപർണ, ലെറ്റ് മീ കം ടു മൈ പോയിന്റ്. വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഇവിടെ മമതാ ബാനർജി പിക്ചർ പെർഫെക്റ്റ് ആയ ഒരു ഭരണമാണ് അവിടെ നടത്തുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ബംഗാൾ മാറി ചിന്തിച്ചാൽ തെറ്റ് പറയേണ്ടതില്ല എന്നതാണ് എന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം. ഇതിൽ മമതാ ബാനർജി നല്ല നേതാവാണ്. ഒരു സ്ത്രീ ഭരിക്കുന്നതിനോടൊക്കെ, ഒരു സ്ത്രീ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നതിനെയൊക്കെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഫേസ് ആണ്. പക്ഷേ നേർക്കുനേർ ഏറ്റുമുട്ടി നന്ദിഗ്രാമിൽ
തോൽപ്പിച്ച സുവേന്ദു അധികാരിയും സ്ട്രോങ് തന്നെയാണ്. അവിടെ ആരാണ് ലോക്കൽ ഹീറോ ആരാണ് എന്നുള്ളത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുക. ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന ഭവാനിപൂരിലടക്കം എന്താണ് ജനവിധി എന്നറിയാൻ ആകാംക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ്. ഇവിടെ SIR ഇമ്പാക്ട് അത് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ ബൂത്ത് ലെവൽ ചർച്ചകളുണ്ടല്ലോ, ബൂത്ത് ലെവൽ കാൽക്കുലേഷൻസ്, അത് മമതയുടെ പാളാൻ പോകുന്നത് ഈ SIR-മായി ബന്ധപ്പെട്ടായിരിക്കും. അതിൽ കൃത്യമായി ഈ വോട്ടർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നതുണ്ട്. ആ വോട്ടർ വെരിഫിക്കേഷൻ പലരെയും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിൽ അവിടെ അട്ടിമറി നടത്തിയിട്ടുണ്ട് മമതാ ബാനർജി. അത് നാട്ടിലെല്ലാം ചർച്ചയായതുമാണ് വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഹൈ ടേൺ ഔട്ട് 93.19%, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു 92-ലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 92 അപ്രോക്സിമേറ്റ് 93 and 92 ആ വോട്ടിംഗ് പെർസെന്റേജ് ആഫ്റ്റർ SIR അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ ഹയർ ടേൺ ഔട്ട് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു പോളറൈസേഷൻ ആ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. സ്ട്രോങ് മൊബിലൈസേഷൻ ബോത്ത് TMC ആൻഡ് BJP സ്ട്രോങ് മൊബിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ അതിർത്തി മത്വ ഫാക്ടർ അങ്ങനെ തുടങ്ങിയ പല പല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിഷയമായിട്ടുണ്ട്. അർബൻ വേഴ്സസ് റൂറൽ ഫാക്ടർ അതൊരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ മാറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അവരെ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും 4-ാം തീയതി വോട്ട് എണ്ണുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇക്കാര്യത്തിൽ നമുക്ക് ചർച്ചകൾ തുടരുകയും ചെയ്യാം. അപർണ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കാര്യമായാലും നമുക്ക് വിശദമായി ഇരുന്ന് ചർച്ച ചെയ്യാം. അതിനകത്തെ ഈ സർവേ ഫലങ്ങൾ തെറ്റിപ്പോയതിനെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ വെസ്റ്റ് ബംഗാളിലേത് ആ കണക്കുകൾ ഭയങ്കര വിചിത്രമാണ്. വെസ്റ്റ് ബംഗാളിൽ 2021 പോൾ ഓഫ് പോൾസ് 131 മുതൽ 154 വരെ മാത്രമാണ് TMCക്ക് പ്രവചിച്ചത്. അവിടെ നിന്നാണ് അവർ 216 നേടുന്നത്. BJPക്ക് 125 മുതൽ 143 വരെ ഉള്ള പ്രൊജക്ഷൻ ആയിരുന്നു. അതാണ് 77ലേക്ക് താന്നത്. അപ്പോൾ അത് തമ്മിലൊരു പുലബന്ധമില്ല എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TMCക്ക് പറഞ്ഞത് സർവേ ഫലങ്ങൾ 16-നും 19-നും ഇടയിലാണ്. അത് TMCക്ക് കിട്ടിയത് 29 BJPക്ക് അതിനേക്കാളും ഒക്കെ കൂടുതൽ 22 മുതൽ 25 വരെ. അവിടെ അവർക്ക് നേടാനായത് 12 മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സർവേ ഫലങ്ങൾ വെസ്റ്റ് ബംഗാളിൽ തെറ്റിപ്പോകുന്നുണ്ട്, അടപടലം പാളുന്നുണ്ട് എന്ന വാദത്തോട് നമുക്ക് എന്തായാലും എക്സാക്ട് പോളിനായി കാത്തിരിക്കാം. അത് 4-ാം തീയതി വരുമല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായ ആ ഒരു കണക്കിലേക്ക് എത്താനും സാധിക്കും.